അവൾക്ക് ആരോടും അങ്ങനെ ഒരു സൗഹൃദമോ അങ്ങനെ വളരെ കാര്യമായിട്ട് സൗഹൃദം എന്ന് പറഞ്ഞാൽ അവൾക്ക് വേദന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ആദിത്യ എങ്ങനെയാ ഒരുപാട് സംസാരിക്കുന്ന കുട്ടിയായിരുന്നു അതോ? ഒരുപാട് സംസാരിക്കുകയുമില്ല, എന്നാൽ തീരെ കുറവും സംസാരിക്കില്ല. ഒരു മിനിമം. ഇവിടെ ഏറ്റവും അടുത്ത കമ്പനി അച്ഛനായിരുന്നു അമ്മയായിരുന്നു? ഞങ്ങൾ രണ്ടുപേരും തുല്യരായിരുന്നു ആ കാര്യത്തിൽ. അമ്മയോട് കൂടുതൽ അച്ഛനോട് കൂടുതലൊന്നില്ല, ഞങ്ങൾ ഒരേപോലെ ആയിരുന്നു. ഈ അവൾ ഇങ്ങനൊരു വഴി തിരഞ്ഞെടുക്കാൻ എന്ന് വെച്ചാൽ ഈ ലോകത്ത് ജീവിക്കണ്ട എന്ന് തീരുമാനിക്കാൻ അവളെ പ്രേരിപ്പിച്ച എന്താണെന്നാണ് പോലീസിന്റെ ഒരു നിഗമനം? കൊറിയൻ സമ്പ്രദായത്തിൽപ്പെട്ട ഒരു ഇതായിട്ട് ഞങ്ങൾക്ക് ആർക്കും തോന്നണില്ല അത്. ഈ അതായത് എൻ്റെ മകൾക്ക് കൊറിയ ഭാഷ പഠിക്കണം, കൊറിയൻ വീഡിയോസ് കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം 8ാം ക്ലാസ് മുതലേ ഉണ്ടായിട്ടുണ്ട്. പല കുട്ടികൾക്കും പല ആഗ്രഹങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ കുട്ടിക്ക് അത് ആ ഭാഷ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും എന്നോർത്ത് അത് എഴുതി പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങൾ വരെ ഞാൻ ചെയ്തു കൊടുത്തിരുന്നു. അപ്പൊ ഈ കുട്ടിക്ക് ഇത്രയും ഇതിനോട് ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കിയ മറ്റാരെങ്കിലും പ്രേരിപ്പിച്ചതും അല്ലെങ്കിൽ ഈ കുട്ടിയെ കളിയാക്കാൻ വേണ്ടി ചെയ്തതുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആരെങ്കിലും സംശയമുണ്ടോ അങ്ങേക്ക്? സംശയം എന്ന് പറയാൻ കുട്ടിയുടെ സ്കൂളിൽ പഠിക്കുന്നത് തന്നെ 1-2 കുട്ടികളുടെ സംശയം ഞാൻ പോലീസുകാരോട് അപ്പം തന്നെ പറയുണ്ടായി. നമ്മുടെ ഈ നെറ്റ് വഴിയൊക്കെ ഈ കൊറിയയിലുള്ള ആരുമായിട്ടെങ്കിലും പരിചയപ്പെടുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കൊറിയയിലുള്ള ആരുമായിട്ടെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പരിചയപ്പെട്ടതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. എൻ്റെ ഓർമ്മയിൽ ആകെ ഉള്ളത് ഈ കൊറിയൻ വീഡിയോസ് കാണും. ഈ BTS എന്ന് പറയുന്ന ഒരു ബാൻഡ് സെറ്റുകാരുടെ വീഡിയോസാണ് കൂടുതൽ കാണുക. അതൊക്കെ കാണുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ യഥാർത്ഥത്തിൽ ഈ പോലീസുകാർക്കുള്ള ഒരു സംശയം ആരോ ഈ കൊറിയക്കാരനൊരു സുഹൃത്തുണ്ട്, അവളോട് സൗഹൃദമുള്ള ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ അയാൾ അങ്ങനെ ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവൾക്കൊരു ഷോക്ക് ഏറ്റത്. അങ്ങനെ പോലീസിന് ചെറിയ സംശയം ഉണ്ടെന്ന് പിന്നീട് പ്രചരിക്കുകയുണ്ടായി. പോലീസിന് അങ്ങനെ ഒരു സംശയമുണ്ട്. പക്ഷെ അപ്പോൾ പോലും അങ്ങനെയാണെങ്കിൽ വേറൊരു കൊറിയക്കാരനും ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവണം. കാരണം 19-ാം തീയതി കൊറിയക്കാരൻ മരിച്ചു എന്ന് എൻ്റെ മകൾ അറിഞ്ഞത് എങ്ങനെയാണ്? അതാണ് ഈ പറഞ്ഞ പോലെ എന്നെ സംശയം കുഴപ്പിച്ച ഒരു കാര്യം. പോലീസ് പറയുന്ന ഈ കൊറിയക്കാരൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ആ ഷോക്കിൽ ഇവൾ ജീവിക്കേണ്ട എന്ന് തീരുമാനിച്ച് ഇങ്ങനെ പോയതാണ് എന്ന് പറയുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു കൊറിയക്കാരൻ ഉള്ളതായിട്ട് ഇവള് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ കൊറിയൻ ഭാഷ പഠിക്കാൻ മോളെ പ്രേരിപ്പിച്ചൊരു അച്ഛനാണല്ലോ. അപ്പൊ അങ്ങയുടെ ഇപ്പൊ അങ്ങ് ആലോചിക്കുമ്പോൾ ഇത്രയും ദിവസമായി അവൾ മരിച്ചിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞ് ആലോചിക്കുമ്പം അവളിലെ കൊറിയ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിനോട് അല്ലെങ്കിൽ ആ രാജ്യത്തോട് അവളുടെ മനസ്സിനെ പിടിച്ചിരുത്തുന്ന ഘടകം എന്താണ്? അതാണ് എനിക്ക് ഇതുവരെ മനസ്സിലാകാത്തത്. മറ്റുള്ള ഭാഷകളുടെ ഏത് വീഡിയോസ് കണ്ടാലും ഇല്ലാത്ത ഒരു ഭ്രമം ഈ കുട്ടികൾക്ക് എങ്ങനെ, അതായത് എൻ്റെ മകളടക്കമുണ്ടായ കുട്ടികൾക്ക് എങ്ങനെ ഈ ഒരു ഭാഷയോട് മാത്രം വരുന്നു? കാരണം ഇപ്പോൾ തന്നെ എൻ്റെ വീടിനടുത്ത് തന്നെ 1-2 കുട്ടികളും ഇതേപോലെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ്. സ്കൂളുകളിൽ ഞാൻ അന്വേഷിച്ചപ്പം എൻ്റെ മകൾ പഠിച്ച സ്കൂളുകളിലും കുട്ടികളും പലരും ഇതേപോലെ തന്നെയാണ്. ഈ കൊറിയൻ ബാൻഡ് അതുണ്ടല്ലോ, അത് വളരെ പ്രസിദ്ധമാണല്ലോ, കെ ബാൻഡ്. അത് ഇവള് കാണുമായിരുന്നു? തീർച്ചയായിട്ടും കാണുമായിരുന്നു. അങ്ങേക്കും അറിയാമായിരുന്നു? അറിയാം. അല്ലെ അത് പോലീസിനോട് പറഞ്ഞു? അത് ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. മറ്റെന്തെങ്കിലും ദുരൂഹത ഈ മരണത്തിൽ അങ്ങ് കാണുന്നുണ്ടോ? ദുരൂഹത എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ മകൾക്ക് ഈ കൊറിയൻ ഭാഷയോടും കൊറിയൻ സമ്പ്രദായത്തോടും താല്പര്യം തോന്നിയതുകൊണ്ട് എന്നാൽ ഈ കുട്ടിയെ ഒന്ന് കളിപ്പിച്ചേക്കാം അല്ലെങ്കിൽ പറ്റിച്ചേക്കാം എന്നുള്ള രീതിയിൽ ആരോ ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഞാൻ ചോദിക്കുന്ന ഇല്ലാത്തൊരു സുഹൃത്തിനെയോ അല്ലെങ്കിൽ ഇല്ലാത്തൊരു ലവറിനെയോ സൃഷ്ടിച്ചിട്ട് അവസാനം നമ്മളെ സിനിമയിലൊക്കെ കണ്ടതുപോലെ അങ്ങനെ ഒരാളില്ല എന്ന യാഥാർത്ഥ്യം അവൾ തിരിച്ചറിഞ്ഞ ആ ഷോക്കിൽ അവൾ തകർന്നു പോയത്. അതെ അതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ അമ്മയുടെ ഒരു അവസ്ഥ എങ്ങനെയാ? അമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, ഒറ്റപ്പെട്ട ഒരു നിലയിലാണ്. കാരണം ആകെ ഒരു മകളേ ഉള്ളൂ. ആ മകളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ജോലിക്ക് പോലും പോകാതെ രാവിലെയും വൈകിട്ടും എല്ലാ ടൈമിലും മകളുടെ കൂടെ ഇരുന്ന് കാര്യങ്ങൾ ചെയ്ത് ഞാൻ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇരിക്കുന്ന ഒരാളാണ് അമ്മ. അപ്പോൾ അതിൻ്റെ ഒരു ഷോക്ക് എന്തായാലും ഉണ്ട്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ എത്ര സങ്കടപ്പെട്ടിട്ടോ കരഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു കൃത്യം ചെയ്താലോ ഈ പറഞ്ഞ ഒന്നിനും പരിഹാരമാവില്ല. ആകെ എൻ്റെ മകൾക്ക് വേണ്ടി ഇനി എനിക്ക് ചെയ്യാൻ കഴിയുന്ന എൻ്റെ മകളെ ആര് ചതിച്ചു അതെനിക്ക് മനസ്സിലാക്കി. ഈ കെ ബാൻഡ് ഒരു തരംഗമായി മാറിയിട്ടുണ്ട്. നമ്മൾ പലരും ഇത് മൂടി വെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊരു ഫാക്റ്റായിട്ട് മാറുന്നുണ്ട്. അത് തന്നെ. അപ്പോൾ എന്താണ് ഈ കൊറിയൻ ബാൻഡിന് ഇത്രയും നമ്മുടെ കൗമാരക്കാരെ അട്രാക്ട് ചെയ്യാനുള്ള ഘടകം എന്ന് ഇത് കണ്ടപ്പോഴൊന്നും എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. എൻ്റെ സംഗീതബോധത്തിൻ്റെ കുറവാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്കത് മനസ്സിലായിട്ടില്ല. അവൾ ആദിത്യ പാട്ടൊക്കെ പാടുന്ന ആളാണോ? പാട്ട് അത്യാവശ്യം പാട്ട് പാടും, പടം വരയ്ക്കും. മ്യൂസിക് ഇതൊക്കെ താല്പര്യമുള്ള ഡാൻസ് കളിക്കും, അത്യാവശ്യം പടം വരയ്ക്കും, എല്ലാത്തിനോടും താല്പര്യമാണ്. പടം വരയ്ക്കാനും അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനും എല്ലാത്തിനുള്ള സംവിധാനം ആ ഉള്ള ചെറിയ വീട്ടിൽ തന്നെ ഞാൻ ചെയ്തു കൊടുത്തു. ഒരു അവസരം കിട്ടിയ കൊറിയയിലേക്ക് പോകാൻ അവൾക്ക് താല്പര്യം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോഴും ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകുമെന്ന് നമ്മൾ അറിയണില്ല. കാരണം അപ്പോഴും ഞാൻ പറഞ്ഞു, അങ്ങനെയുണ്ടെങ്കിൽ നീ പഠിച്ച് നല്ലൊരു വിദ്യാഭ്യാസ യോഗ്യയായി നല്ലൊരു ജോലി ഒക്കെ സമ്പാദിച്ച് കഴിയുമ്പോൾ നിനക്ക് പോവാം.
ഞങ്ങൾ അതിന് അനുമതി തരും. ഈ കൊറിയക്കാരനാണെന്ന് പറഞ്ഞ ആരെങ്കിലും മൊബൈൽ പ്രത്യക്ഷപ്പെട്ടതായി എങ്ങനെ അറിയാമോ? ഇല്ല 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 ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എന്റെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, അമ്മയോടും പറഞ്ഞിട്ടില്ല. ഈ ഇവരുടെ വല്ല വാട്സപ്പ് സന്ദേശങ്ങളോ അല്ലെങ്കിൽ കൊറിയുന്ന വല്ല മെസ്സേജുകളോ വരുന്നതായിട്ട് വല്ല കൂട്ടുകാരും അയച്ചതോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? കൂട്ടുകാർ അയച്ചതെന്ന് പറയാനായിട്ട് ഞങ്ങളുടെ റിലേഷനിൽ തന്നെയുള്ള 1-2 കുട്ടികളുമായിട്ട് എൻ്റെ മകൾ ചാറ്റ് ചെയ്തതിൻ്റെ കുറച്ച് വീഡിയോ അല്ല വോയിസ് ക്ലിപ്പുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ ഒരു കൊറിയക്കാരനുണ്ട്, എൻ്റെ കൂട്ടുകാരിക്ക് അറിയാം എന്നൊക്കെ പറയുന്ന 1-2 വാക്കുകൾ മാത്രമുണ്ട്. അത് മാത്രം ഞങ്ങൾ കേട്ടിരുന്നു. അപ്പോൾ ഈ കൂട്ടുകാരി എന്ന് പറയുന്നത് ആരാണെന്ന് കണ്ടെത്തണം ഇനി. അത് മോൾ അങ്ങനെ ഒരു കൊറിയക്കാരൻ ഉണ്ടെന്ന് ഇവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പോലീസിന്റെ നിഗമനത്തിൽ അങ്ങനെ ഒരു കൊറിയക്കാരനില്ല. ഇല്ല. അപ്പോൾ ഇതിന്റെ ഇടയിൽ ആരോ കളിച്ചിട്ടുണ്ട്, എവിടെ പറ്റിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഈ കൊറിയക്കാരൻ ഉണ്ടെന്ന് സ്ഥാപിച്ചത് തന്നെ ആരോ കള്ളത്തരം പറഞ്ഞിട്ടായിരിക്കും. ആത്മഹത്യാക്കുറിപ്പ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരുന്നു. അതിൽ കൊറിയൻ യുവാവ് 19-ാം തീയതി മരണപ്പെട്ടു. അതിൽ വേദന കൊണ്ട് ഞാൻ അയാളിലേക്ക് പോകുന്നു. 19-ാം തീയതി എങ്ങനെ മരിച്ചു എന്നാണ് അവൾ പറയുന്നത്. എങ്ങനെ മരിച്ചു, ഒരു ആക്സിഡന്റിൽ മരിച്ചു എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ഇംഗ്ലീഷിൽ വലിയ പ്രാവീണ്യം കുറവായതുകൊണ്ട് മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ള അറിവേ എനിക്കുള്ളൂ. നേരം പോക്കിന് ചെയ്തായിരിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.